അന്റെ നാട്ടിപ്പോ കൂടനങ്ങനെ നടക്കൂടെ മനു? ഇയാള് അല്ലെങ്കിൽ ഇതിന്റെ ഉമ്മാനെ കൊണ്ടുവരാൻ നോക്കടാ. ഹാജിക്കാരന്റെ സമ്മതം നോക്കാതെ നേരെ പോയി അർബാബിനോട് കാര്യം പറ. അതിന് അർബാബ് വന്നിട്ട് വേണ്ട അബ്ദുള്ളക്ക. അർബാബ് 2 ദിവസം കഴിഞ്ഞ് വരൂന്ന്. നീ നേരെ അർബാബിന്റെ വീട്ടിലാ ഹോട്ടലിലാ പോയി അർബാബിനോട് കാര്യം പറ. അത് വേണ്ട അബ്ദുള്ളക്ക. ഹാജിക്കറിഞ്ഞ വലിയ തൊല്ലയാകും. അത് ശരിയാ. ഒരറിഞ്ഞാ പിന്നെ ഹലാക്കിന്റെ അബിലും കഞ്ഞി. അതാണ്. അത് മാത്രമല്ല, അന്റെ ഷവർമ എന്നില്ലേ അന്റെ അർബാബിന് ഉറക്കം വരുവോ? അല്ലെങ്കിൽ പിന്നെ അന്റെ കൈപുണ്യത്തിന്റെ രഹസ്യം എനിക്കൂടെ ഒന്ന് പറഞ്ഞാടാ. ഇനിയിപ്പോ മയ്യത്തുംകട്ടിലെ കിനാക്കാണ്ട നേരത്ത് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനെന്റെ അബ്ദുള്ളക്ക? പടച്ചോനെ എത്തിയ ഇതെന്താണ് ഉത്സവ പറമ്പാണ? ഉള്ള ലൈറ്റ് എല്ലാം കത്തിച്ചിട്ടിരിക്കണേ. ഹലോ അമ്മ, പണി ഹാജിക്ക് അവിടെ ഞാൻ പിന്നെ വിളിക്കാട്ടോ. എന്തേ എന്റെ നാട്ടിൽ പോണ കാര്യം എന്തായി ഹാജിക്ക? നിനക്ക് പകരം ഒരാളെ തന്നാ നിനക്ക് നാളെ തന്നെ നാട്ടിൽ പോവാം. അറബാബ് ഇന്നലെ തന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞായിരുന്നു. അത് കുറെ കേട്ടക്കണ്. അതിനിടുന്ന് ലാസ്റ്റ് നേരം കിട്ടിയിട്ടും വേണ്ടേ വേറെ ആളെ നോക്കി നടക്കാൻ? ഒരു ദിവസമെങ്കിലും എനിക്ക് അവധി കിട്ടിയെങ്കിൽ ദുബായിലോ ഷാർജയിലോ പോയിട്ട് ആരെങ്കിലും പിടിച്ചു വലിച്ച് കൊണ്ടുവരായിരുന്നു. എടാ, നിനക്ക് അവധി തന്നാ പിന്നെ ഇവിടെ ആരാ ഷവർമ ഉണ്ടാക്കുന്നത്? നിന്റെ ഷവർമ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ അറബാബും ആ പിലിപ്പേനി പെണ്ണുങ്ങളും ആകെ വലഞ്ഞു പോകുമെന്ന്. അങ്ങനെ ഏതൊരാളാടാ ഈ കോർബക്കാനിലുള്ളത്? അബ്ദു, അവിടെ ഒരു ഓർഡർ എടുത്ത്. ഇവിടെ ഇവിടെ. बोलिए जी, क्या चाहिए? मुझे एक बनाना जूस दे दो. मुझे एक ऑरेंज जूस. ഒരു ഓറഞ്ച്. ഓ, എടാ, ചെവി കേൾക്കാന്നവരെ തന്നെയാണ് ഇവിടെ സ്റ്റാഫായിട്ട് നിയമിച്ചിരിക്കുന്നത്. ബനാന ഉണ്ടാക്കുന്നത്. ജ്യൂസ് റെഡി. ये क्या सिस्टम है भाई? അത് സ്ട്രോ വളഞ്ഞു പോയതൊന്നും അല്ല, കുടിക്കാനുള്ള സൗകര്യത്തിന് അങ്ങനെ വളച്ചു വെച്ചിരിക്കുന്നതാ. കുടിക്കാനുള്ള സൗകര്യത്തിന് ഇങ്ങനെ വളച്ചല്ലേ. कितना पैसा हो गया भाई? ഇവിടെ എത്രയായി? അവിടെ 10. 10 റുപ്യ. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോണെങ്കിൽ എത്ര ഭാഷ പഠിക്കണം? ഞാനേ ഒന്ന് മാർക്കറ്റ് വരെ പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോ കട ബാക്കി ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ഞാൻ വിളിക്കാട്ടാ. ഓക്കെ ബൈ. മാനുവേ, എന്താ വിശേഷം? സുഖമല്ലേ? അല്ല കുഞ്ഞാനെ, ഇത്രയും ഞാൻ പോയിനി. ഒന്നും പറയണ്ട, മാസ്റ്റർ ലീവല്ലേ ഉള്ളൂ. അന്ന് എന്തൊക്കെ പണിയാന്നറിയാവോ ബായ്? ഇനി വലിയ ജോഗക്കാരനാ ദിലീപേ. അനക്ക് മാസത്തിലൊരിക്കലും ലീവ് കിട്ടണില്ലടോ. എന്റെ കാര്യം അറിയാം എനക്ക്. ഞാൻ വന്നിക്ക് 4 കൊല്ലായിക്ക് ഇന്ന് വരെ എനക്കൊരു ലീവ് കിട്ടിക്കില്ല. പെരുന്നാക്കാണെങ്കി നേരം വെളുക്കുന്ന വരെ പണിയായിരിക്കും. എന്നാൽ എന്താടാ ഉള്ള ജോലി അതങ്ങ് നേരെ എടുത്താ പോരെ നിനക്ക്? എന്റെ കാര്യം അറിയോ? ഈ രാത്രിയിൽ ബസ് സ്റ്റാൻഡിൽ പെണ്ണുങ്ങൾ അവരുടെ അവസ്ഥയാ. ആരെപ്പ വിളിച്ചാലും കൂടെ കയറി പോണം. ഇന്നൊരു ഷവർമ. ഇപ്പൊ വേണ്ട, നീ ഒന്ന് പുറത്തേക്ക് ഒരു കാര്യം പറയണ്ട. അല്ല, ഇതാരപ്പന്റെ കൂടെ ഞാൻ പറയാൻ തുടങ്ങായിരുന്നു. ഇതെന്റെ വകയിലൊരു അനിയനാ, പേര് രതീഷ്. +2 ഒക്കെ പാസ്സായിട്ടുണ്ട്. ഇപ്പൊ വിസിറ്റിംഗ് വിസയില. ചിന്ന മുന്നേ പറയേണ്ട പോയാ. എടാ, പിന്നെ ഇവനൊരു ജോലി ശരിയായി കൊടുക്കും. വേറൊരു പണി കിട്ടിയ അപ്പൊ സ്ഥലം കാലിയാക്കും. +2 ഒക്കെ പാസ്സായ ആളല്ലേ, പലയിടത്തും സീവ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ജോലി ഇട്ടായിരിക്കില്ല. കിട്ടിയത് തന്നെ. നീ വിചാരിച്ച നിന്റെ കടയിൽ എന്തെങ്കിലും ഒരു ചാൻസ്? അല്ല, ഈടെ പണി പാളുമോ? ഹാജിക്ക് സമ്മതിക്കും തോന്നണില്ല. നീ പറഞ്ഞ ഹാജിക്ക് സമ്മതിക്കാറില്ല. നീയല്ലേ ഇവിടുത്തെ കിങ് മേക്കർ.
എന്നാ ഞാൻ ഹാജിക്കാനെ മുട്ടി നോക്കാം. ഏറ്റവും ഖുഷിയായി. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ബാക്കിയൊക്കെ വരുന്ന പോലെ. ഇന്ന് അച്ഛ കടയിലേക്ക് പോവാ. അച്ചിവിടക്ക് ശരി. മേൽപ്പറഞ്ഞ നിബന്ധനകൾ പാലിക്കാത്ത ഷവർമ കടകളുടെ ലൈസൻസ് ദുബായ് മുനിസിപ്പാലിറ്റി റദ്ദാക്കിയിരിക്കുന്നു. എന്റെ ബദരീങ്ങളെ, ദുബായിലായത് നന്നായി. എന്തേ നിന്ന് കറങ്ങണേ? അത് പിന്നെ ഹാജിക്ക, നമുക്ക് ക്ലീനിങ്ങിന് ഒരാളോട് വെക്കുന്നത് നല്ലതല്ലേ? അത് പിന്നെ ദുബായ് കഴിഞ്ഞ പിന്നെ ഷാർജ. അതാണ് ഈ മുനിസിപ്പാലിറ്റികളുടെ ഒരു രീതി. എനിക്ക് നമുക്കൊരു വഴിയുണ്ട്. ഞാൻ ഒരാളെ സംഘടിപ്പിച്ചിട്ടുണ്ട്, വിളിക്കട്ടെ? എന്നാ വിളി. ആ രതീഷ, വാ. ഇത് രതീസ്, ഞങ്ങളുടെ ചെങ്ങായിന്റെ അനിയനാ. അതുകൊണ്ട് പേടി വേണ്ട, നന്നായി പണിയെടുക്കും. അതിന് വിസയൊക്കെ വേണ്ടേ? ആ വേണ്ടി വരും. ഇപ്പൊ വിസിറ്റിലുള്ള. ഒരു കാര്യം ചെയ്യ, ഒരു മാസമുള്ള പണിയെടുത്ത് നോക്കട്ട്, എന്നിട്ട് തീരുമാനിക്കാം. സമ്മതിച്ച കണ്ടാ, ഹാജിക്ക മുത്താണ്. നില്ല്. അതെ, ഈ പുതിയ ആളിന്റെ ശമ്പളമൊക്കെ എനിക്ക് അറിയാവല്ലേ? ഒന്ന് പറഞ്ഞു കൊടുത്തേ കേട്ടെ. പറയാ. നാളെ മുതല് അവൻ പണിക്ക് കേറിക്കോട്ട്. ശരി ഹാജിക്ക. ഹാജിക്കാണ് ഈ പീഡിയ മുതലാളി. ഇച്ചിരി മുൻകോപ്പുണ്ടെങ്കിലും പക്ഷെ നല്ല മനസ്സിനാ. ഇപ്പൊ കണ്ടില്ലജ്ജി അന്നെ മുന്നും മിന്നും നോക്കാണ്ടല്ലേ പണിക്കെടുത്ത. ഹാജിക്ക് നിങ്ങളെ നാട്ടുകാരനാ? അല്ല, തലശ്ശേരിക്കാരനാ. ഈ കോർഫിക്കാനിൽ വന്നിട്ട് കൊല്ലം 10-30 ആയിക്കണ്. പെട്ടിയിലടച്ച പോകുന്ന വാശി. എന്നാല് ഈ ബിൽഡിങ്ങിന്റെ കടയുടെ ഓണർ വേറെ ആളുണ്ട്. അയാളാണ് താരം. ഞങ്ങളൊക്കെ സ്പോൺസർ. വലിയൊരു പേരാ. പക്ഷെ ഞങ്ങൾ അർബാബെന്നാ വിളിക്ക. 4 വീലറിൽ മിന്നിച്ച് അർബാബിന്റെ ഒരു 1.5 വരവുണ്ട്. പെരുന്നാക്ക് എല്ലാവർക്കും പുതിയ കുപ്പായും പാന്റും കൈമണിയും ഒക്കെ തരും. ബാക്കിയൂടെ പറയുവാനോ? അന്റെ ഷവർമ അർബാബിന് പെരുത്ത് ഇഷ്ടാന്നും അത് തിന്നാനാണോ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞിങ്ങോട്ട് വരുന്നേന്നും. ഇനി വന്നാലാ കഴിയൂടാ, ഒറ്റയടിക്ക് 2 എണ്ണം അകത്താക്കും. പിന്നെ നമ്മൾ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അർബാബ് സാധിച്ചു. അത് ശരിയാ. അർബാബ് ഇൻഷാ അല്ലാ നമ്മട് പറഞ്ഞെങ്കി പിന്നെ എല്ലാം സടപ്പെടാന്ന് നടന്നെ. അതെന്താ ഇൻഷാ അല്ലാ? അതൊരു സംഭവം മോനെ രതീഷ്. അർബാബ് ഇൻഷാ അല്ലാ പറഞ്ഞെങ്കി പിന്നെ അതൊരു കാലത്ത് നടക്കൂല. ഞങ്ങളൊക്കെ അനുഭവം. പക്ഷെ അർബാബ് നമ്മുടെ മലയാളികളെ പേരുത്ത് ഇഷ്ടാണ്. മലയാളം നല്ല പച്ചവെള്ളം പോലെ മനസ്സിലാവും. ആ പറഞ്ഞത് നേരാ. ഷാറുഖ് ഖാന്റെ കട്ട ഫാനാ മൂപ്പര്. ഓരോ ബീവിയുടെ പേര് ലൈലാന്ന. ലൈലാമ ലൈലാന്ന പാട്ടും പാടിയപ്പോ പടച്ചോനെ ആടത്തില്ല. वालेकुम सलाम. हाँ मानू, कैसा है? ठीक हूँ. तुम्हारा सुशा शोरमा किधर है? अभी देगा अरबाब. अच्छा यल्ला. हाँ, एक और है नया आदमी. अच्छा आदमी है. अच्छा आदमी है, मजबूत है. क्या नाम तुम? രതീഷ്. राधीश. हाँ ओके. शुक्रान शुक्रान. मानू जल्दी. പെട്ടെന്നെടുക്ക്. हाँ कादर, बिजनेस कैसा है? चलता है. हाँ चलता है. हेलो. ओके. Alright. Okay, I'll call you later. Bye bye. حط. हाँ मानू, कैसा है? You wanna go home or you wanna bring your mother here? Inshallah. പൂർത്തിയായി. അപ്പൊ അതിന്റെ കാര്യം തീരുമാനമായി. നിങ്ങൾ എന്തിനാ ചിരിക്കണേ? കേട്ടില്ലേ ഇൻഷാല്ലാന്ന് പറഞ്ഞത്? അതിനാണ് അർബാബ് ചിരിക്കണേ. അർബാബ് ഇരിക്കുന്ന വേറെ എന്തോ ഓർത്തിട്ടാണ്. ശരിക്കും ഇൻഷാ അല്ലാ എന്താ? ശരിക്കും ഇൻഷാല്ലാന്ന് പറഞ്ഞാ പടച്ചോ അനുഭവിച്ചോ എന്നാണ്. ഇതിപ്പോ
हाँ कादर खलास में जाएगा हाँ زين अच्छा काम करो और सब आदमी देखो ओके अस्सलाम वालेकुम വലൈക്കും സ്ലാം. കൽബിലെത്തി 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 കൽബിലെത്തി. ഹലോ ഉമ്മ. അതോ ആ എന്തൊക്കെ വർത്താനം? ഓർഡർ കൊടുത്തിട്ട് വന്നായിരുന്നു. അർബാബ് ഖത്തർ പോയിക്കണോ? ആ വന്ന ഉടനെ തന്നെ ചോദിക്കാ. അർബാബ് ഇൻഷാല്ലാന്ന് പറയാണ്ടിരുന്നാ മതിയായിരുന്നു. അല്ലാ. ഉമ്മ ആജിക്ക് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാട്ടാ. ഉമ്മാന്റെ മിസ് കോൾ വന്നാ പിന്നെ മാനുവിന് ഒരു ഇരിക്കപ്പുറത്തില്ല എന്റെ അബ്ദുള്ളാക്ക. അത് ശരിയാ, പക്ഷെങ്കി ഉമ്മാന്റെ പാദത്തിന് അടിയിലാ സ്വർഗമോനെ സിദ്ധിക്കേ. മാനുനത് കിട്ടും ഇൻഷാ അല്ലാ. അബ്ദുള്ളാക്ക നിങ്ങളും തുടങ്ങി അർബാബിനെ പോലെ. ആ താങ്ക് യു താങ്ക് യു. ആ ഇക്ക എന്നാ ഉണ്ട്? ഹലോ എന്നാ ഓ പറയുന്നു? എന്നാ പറയാനാ, കുത്തിരിക്കി. ബാ ഇരിക്കും. അല്ല കുഞ്ഞാനെ ഇത്ര ഞാടെ പോയിന്? ഓ ഒന്നും പറയണ്ടാവേ, ഒരാഴ്ചത്തേക്ക് ഒന്ന് നാട്ടിൽ പോയായിരുന്നു. ഒരാഴ്ചക്കാ? ആ പടച്ചോനെ, ഇനി വലിയ ജോഗക്കാരനാ. ഓ ഞാൻ 4 കൊല്ലായിക്ക് നാട്ടിൽ പോയി. ഓ അത് വെറാവേ, ഇവിടെ എന്നാണ്ട് വാർത്തകൾ? ഈടെ ഈടെ കോർഫ് കങ്കളിൽ തിരപ്പൊന്ന് താഴ്ന്ന് അതെന്നെ വിശ്വാസം. നാട്ടിൽ പോയല്ലേ എന്നാടാവേ, നീ ഇവിടെ കാശ് വാരിയല്ലോ. ആ ജി പറഞ്ഞു നേരാ, എന്റെ പെങ്ങളെ മാപ്പിള്ള പീടിയല്ലേ അത്. അതെ, ബുർജ് ഖലീഫയുടെ ഉദ്ഘാടനം അല്ല, കഴിഞ്ഞായിരുന്നല്ലോ. ബുർജ് ഖലീഫിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ നമ്മളെ വിളിക്കില്ലല്ലേ? അതെന്ത് ഇടു പരിപാടിയായിരുന്നു കാ, ഞാൻ ടി വി കണ്ടായിരുന്നു. ഇത്രയും വലിയ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കണം, നമ്മളെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നമ്മുടെ ദുബായ് കുതിക്കല്ലേ. വെള്ളിയാഴ്ച അവിടെ വരെ ഒന്ന് പോണം. അല്ല കുഞ്ഞനെ, അന്റെ നിക്കാഹ് കഴിഞ്ഞിക്കാ, നമ്മളോടൊന്നും പറഞ്ഞിക്കില്ലല്ലോ. ഓ സോറി, ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇതെന്റെ ഫ്രണ്ടാണ് മാളവിക മേനോൻ. ഹായ്. ദുബായിലൊരു ഇംഗ്ലീഷ് പത്രത്തിലെ റിപ്പോർട്ടറാ. ആഹാ. തന്റെ സ്പെഷ്യൽ ഷവർമയെ കുറിച്ച് ഒരു ഫീച്ചർ എഴുതാൻ വേണ്ടി വന്നാ. താ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ആ. എന്നാ ഞാൻ പോയിക്കോട്ടെ മാളു. നീ വന്നോളേ? ഞാൻ എത്തിക്കോളാം, നീ പോ. അപ്പൊ മാനു ഒന്ന് ഹെൽപ്പ് ചെയ്തേ കേട്ടോ. ശരി. ഇക്ക, ശരി ശരി. ശരി. എഴുത്തുകാരിയാണല്ലേ? അറിയാം അറിയാം. ഒരു 2 മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്നതാണോ ഇതിന്റെയൊക്കെ ഉദ്ദേശം? മാനു നാട്ടിലെവിടെയാ? നമ്മള് പ്രവാസികൾക്ക് ജീവിക്കുന്ന സ്ഥലല്ലേ നാട്. യാ, അത് ശരിയാ. അതാണ്. കൊറേ കാലായോ ഇവിടെ? ഈടെ വന്നിട്ട് ഇപ്പോ 14 കൊല്ലായിക്കണം. നാട്ടിൽ പോയിട്ട് കൊറേ ആയോ? അധികം ഒന്നും ആയിട്ടില്ല, 4 വർഷം. 4 years. ഹലോ, ആ എന്താ കുഞ്ഞാനെ? എടാ നീ അറിഞ്ഞോടാവേ, നമ്മുടെ ഫ്യൂജേറ ഇന്ത്യൻ അസോസിയേഷൻ ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അത് സാറാണല്ല. അതിനക്ക് നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? റേഡിയോയിൽ 10 ദിവസം ചോദ്യം ചോദിക്കും. അതിനുള്ള ശരി ഉത്തരം നമ്മൾ SMS ആയിട്ട് അവർക്ക് അയക്കണം. നീ ആ റേഡിയോ കേട്ടിട്ട് എല്ലാ ദിവസവും ആ SMS അങ്ങോട്ട് അയക്കും. നീ ഭയങ്കര ഭാഗ്യക്കാരനല്ലേ. നിന്റെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളതല്ലേ നിന്റെ ജീവിതാഭിലാഷം. നിനക്ക് ഇത് കിട്ടും. അതിന് ഞാൻ റേഡിയോ കേൾക്കാറില്ലടാ, എനിക്കിടുന്ന സമയം. ഓ അതിനിപ്പോ വലിയ സമയമൊന്നും വേണ്ടാവേ. അല്ല ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് ശരി ഉത്തരം അയച്ചു തരാം. നീ അത് അവർക്ക് അങ്ങ് അയച്ചാൽ മതി. ഓക്കെ? അടിപൊളി. ഒന്നിച്ചിരിക്കടോ. മാനു, നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇയാള് വിടൂല. ചേട്ടാ, ഞങ്ങളൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. കുറച്ചും കൂടി കാര്യങ്ങള് ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. എന്നെയാണ് എന്താ അല്ലല്ല, ചോദിച്ചോ? മാനുവിന്റെ അടുത്ത്. പൊക്കോ പൊക്കോ. ഓക്കേ. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനായിരിക്കുമല്ലോ. ചെല്ല് ചെല്ല്.
ഹാജിക ഇപ്പൊ വരാം. താങ്ക് യു. വേഗം വരണം. ആ അലക്സ് എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. മാനുവിന്റെ ഷവർമയുടെ രഹസ്യം ആർക്കും പറഞ്ഞു കൊടുക്കില്ലെന്ന്. ശരിയാണോ? ഏയ്, എന്നോട് പറയാമോ ആ രഹസ്യം? അതിലത്തെ രഹസ്യമൊന്നുമില്ല മാഡം. ചില ഡോക്ടർമാര് രോഗികളെ നോക്കിയാ പെട്ടെന്ന് സുഖാന്നില്ലേ, അതുപോലെ അത്ര തന്നെ. എന്നാലും ഒന്ന് പറയടോ, തന്റെ ഷവർമയുടെ ആ ഒരു സ്പെഷ്യൽ രുചിക്കൂട്ട്. ചുമ്മാ അറിയാനാ, അല്ലാതെ ഞാൻ ഈ ജേർണലിസം പണി വിട്ട് ഷവർമ ഉണ്ടാക്കാനൊന്നും പോണില്ല. അതുകൊണ്ടല്ല മാഡം, ഞാനിവിടെ ഉണ്ടാക്കുന്ന ഷവർമല്ല താങ്ക് യു. എന്റെ ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന. ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ മക്കൾ കൊടുക്കൂ. എന്റെ ഷവർമയ്ക്കെല്ലാം അത്ര സാധനാന്ന് എന്റെ ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ടാ. ഒരു ദിവസം എന്റെ ഉമ്മയെ കൊണ്ടുവന്ന് എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഷവർമ കൊടുക്കണം. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. എനക്ക് മാത്രം അറിയാവുന്ന എന്റെ ഉമ്മയുടെ സ്വപ്നം. എന്റെ ബാപ്പയുടെ തന്നെ ഒരു ജോലിക്കാരനായിരുന്നു. ഒരു ആക്സിഡന്റിലെ മരിച്ച്. ഈടെ ഈ റോഡ് മുറിച്ച് കിടക്കുമ്പോ ഒരു കാറ് വന്ന്. അലക്സ് പറഞ്ഞായിരുന്നു, നോക്കിക്കോ, മാനുവിന്റെ ഉമ്മനെ പടച്ചോൻ ഇവിടെ കൊണ്ടുവരും. ശരിക്കും ട്രസ്റ്റ് മീ. ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ്. ഇനിയും വൃത്തിയില്ലാത്തതിന്റെ പേരിൽ ഫൈന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്റെയൊക്കെ ശമ്പളത്തിൽ നിന്ന് നമ്മൾ പിടിക്കും, അത് ഉറപ്പാണ്. എന്താ നോക്കിയിരിക്കണേ? കയറിപ്പോയെത്തി എന്താ ബൈക്ക് ചെയ്ത് എന്തല്ലേ? അല്ല, ഹാജിക്ക് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതേടാ, എന്റെ വല്യമ്മക്ക് പുയ്യാപ്പിളായടാ. ആണാ പടച്ചോനെ, ഇന്ന ഹാജിക്കാടോ ബിരിയാണി. ഓനങ്ങനെ പ്രാന്താക്കൂട്ട. ഹാജിക്ക, ഇക്കൊരു കാര്യം പറയാം. എന്തേ? ഉമ്മാക്ക് വലിയ നിർബന്ധം ഞാനിവിടെ പെണ്ണ് കെട്ടി കാണാനിക്ക്. അല്ലാ, ഇവിടെ മനുഷ്യന്റെ ബാലിന് തീ പിടിച്ചിരിക്കുമ്പോഴാണ് ഓന്റെ ഒരു നിക്കാഹും ഹലാക്കിന്റെ അവലും കഞ്ഞി. കേറിപ്പോയെത്തി. ഇന്നെ പോകാൻ സമ്മതിച്ചില്ലേ ഞാൻ വിസ ക്യാൻസൽ ആക്കി പോകും. അത് നോക്കിക്കോളി. മോനെ, ഇത് വേണ. ദാ, മനു, ഞാൻ അറബാബിന്റെ കൂടെ ഒന്നുകൂടെ ഒന്ന് സംസാരിക്കട്ടെ. ഇൻഷാല്ലാ എല്ലാം നേരെ ആവുമെന്ന്. അപ്പൊ ഇങ്ങളും തുടങ്ങി ആർബാബിനെ പോലെ ഇൻഷാല്ലാന്ന്. നിങ്ങൾ ഇൻഷാല്ലാക്ക് എത്ര കാലാവധി? 6 മാസം എന്നാ കേക്കുന്നെ. മനജ് ബേജാറാവാണ്ടിരിക്കുന്നു. ഇല്ല, നമ്മടെ വഴിക്ക് വരുമെന്ന്. പിന്നെ മത്സരത്തിൽ ജയിച്ച് ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവല്ലേ? പോയിട്ട് പോകുമ്പോ ഇച്ചി കൂടെ പോയിട്ട് വാ. വയസ്സായ സ്ത്രീയല്ലേന്ന് ഒറ്റയ്ക്ക് അയക്കണ്ട. അപ്പൊ ഉമ്മ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒറ്റക്ക്? അത് ഒറ്റയ്ക്കല്ലേ, അവരിങ്ങ് പോകുന്നുള്ളൂ. വേഗുന്നു ബാല്യം താൻ
സ്വന്തമായി നിൻരുചി എന്നെങ്കിലും വന്നുവെങ്കിൽ എന്തെന്ന് നൽകും ചൊല്ലുകൾ എന്നാലും എൻ കൈകളാലെ എല്ലാം തരും പാരി നിറയെ നല്ല സ്വാദ് എന്താണ്ടാ ബാലതി പിടിച്ച പോലെ? നമ്മുടെ ഹാജിക്ക എന്നെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ച ആ? നമ്മുടെ മാനുവിനെ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. എന്തിന്? അവിടെ ചെന്നപ്പോ ഹാജിക്ക അറബാബും മാളൂമ്മയുടെ ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരാളുണ്ട്, കണ്ടിട്ട് സിഐഡിനെ പോലുണ്ട്. സിഐഡിയോ? എന്തോ ഒരു പന്തികേടുണ്ട്. പിന്നെ പോരുമ്പോ 10 രൂപ ഷവർമയും കൂടെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. അതെ, ഇന്നലെ കോർഫുഖാനിയും ഷവർമ കഴിച്ച 2 ഫിലിപ്പീനി പെണ്ണുങ്ങള് ഫുഡ് പോയിസൺ അടിച്ച് ആശുപത്രിയിലാണ്. പിന്നെ അവര് പറയുന്നുണ്ടായിരുന്നു മാനു ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന്. ഹലോ എന്താ കുഞ്ഞോന്? നമ്മുടെ കടയിൽ എപ്പോഴും വരുന്ന 2 ഫിലിപ്പീൻ പെണ്ണുങ്ങളില്ലേ, ആ. ഇനി അവരോ മറ്റോ ആണോ? നിങ്ങൾ പേടിക്കാരിയൊക്കെ നമ്മളെ മാനു ഇന്നലെയാണ് ഷവർമ ഉണ്ടാക്കി തുടങ്ങിയത്. ഓന് തെറ്റൊന്നും പറ്റൂല. ഇല്ലല്ലേ? ഇല്ലെന്ന്. എന്നാ ബാ. എടാ മാനു, അതെ ആ ഇജ്ജ് ബേജാറാനട മാനു. അന്നെ പണീന്ന് പറഞ്ഞുവിടാന്ന് പോകുന്നില്ലല്ല. ഓർക്ക് എന്നോടെന്തോ നേരിട്ട് പറയാണ്ട്, അത്ര തന്നെ. മാനുവിനെ പറഞ്ഞിട്ടാ ഞാനിവിടെ നിൽക്കുന്നില്ല, അതുറപ്പാ. ഒക്കെ ആ കാദർഹാജിന്റെ കുത്തിത്തിരിപ്പാ. മാനു എപ്പോഴും അവധി ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫോണിൽ ഹിന്ദി പറഞ്ഞ ഞാൻ കേട്ടതാ. പിന്നല്ലാതെ നമ്മള് പറഞ്ഞ് മനസ്സിലാക്കും നമ്മളെ അർബാബിനെ. നമ്മളെ അർബാബെ വലിയ മനസ്സുള്ള മനുഷ്യനാ. അദ്ദേഹത്തിന്റെ ബാപ്പ ഉണ്ടായിരുന്ന കാലം പോലെ എനിക്കറിയാം നമ്മളെ അർബാബിനെ. എങ്കിൽ നീ താമസിക്കണ്ടാ, നീ പോയിട്ട് വാ. പോകുമ്പോഴേ ടാക്സി എടുത്ത് വെക്കോ, കാശ് കാജിക്ക കൊടുത്തോളൂ. അത് വേണ്ട, അത്രയും പൈസ എന്റെ കയ്യിലുണ്ട്. അത് തന്നെ, കാശ് കൊടുത്തങ്ങനെ അയാൾ വലിയ ആളാവണ്ട. ആജിക്കാന്റെ മുഖത്ത് നോക്കി 2 വർത്താനം പറഞ്ഞിട്ട് നീ വരാവൂ. ആ ശരി. അത് പിന്നെ മറ്റേ മത്സരത്തിൽ ഞാൻ തോറ്റേക്കണം. നേരമായി അറബാബ് അന്നെ നോക്കിയിരിക്കുന്നു. അവിടെ എന്താ ഹാജിക്ക? അറബാബിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. अस्सलाम वालेकुम अरबाब। वालेकुम सलाम। कैसा है मानो? ठीक हूँ अरबाब। क्या मुश्किल है तुम्हारा? മാനു, അറബാബ് ചോദിച്ചത് കേട്ടില്ലേ? बोलो तुम्हारा प्रॉब्लम, नहीं तो पिज्जा कैंसिल करेगा। അർബാബ്, ആ ഫുഡ് പോയിസൺ എനിക്കറിയില്ല അത് എങ്ങനെയാണ് അത് പിന്നെ സംഭവം. അറബാബ് അവനെ ഉമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ആഗ്രഹം. अच्छा, क्या है इतना बड़ा आशा? तुम बोलो। അത് പിന്നെ അർബാബ്, എന്റെ ഉമ്മയുടെ കൈപ്പുണ്യൊക്കെ കിട്ടിയേക്കണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഷർമ എന്റെ ഉമ്മക്ക് കൊടുക്കണം. ഉമ്മ അത് തിന്നുന്നത് എനിക്ക് കാണണം. ഉമ്മയെ കൊണ്ടുവരാനുള്ള മത്സരം എന്തായി? അതിന്റെ റിസൾട്ട് ഒക്കെ വന്നോ? അതൊക്കെ പോയിക്കണ്. എനിക്ക് സമ്മാനൊന്നും കിട്ടിയിട്ടില്ല. അതിനൊക്കെ ഭാഗ്യം വേണ്ടേ? സാരില്ല, ഉമ്മയെ ആത്മാർത്ഥമായി കാണണമെന്ന് ആഗ്രഹിച്ച അവരെപ്പോ വേണമെങ്കിലും മക്കളുടെ മുൻപിലെത്തും. സലാമലൈക്കും. പാനു എന്നാണ്? ഒന്നുമില്ല, ഓൾ ഓക്കെ. ये आदमी कौन है? ഓളുടെ ബോയ്ഫ്രണ്ട്. You wanna see your mother now? മാനുവിന് ഉമ്മയെ കാണണമെന്നാ അർബാബ് ചോദിക്കണേ. قادر أقول لك اصقر أمه.
നീ വിളി. ഉമ്മക്ക് വേണ്ടി ഒരുപാട് ജീവിച്ചതും അനുഭവിച്ചേക്കല്ലേ ഇനി മതി. ان شاء الله كمطلب ابي معلومه اوكي اتس فاين مشكله هي थैंक यू मत बोलो थैंक यू तो अल्लाह زين मानो तुम्हारा स्पेशल शोरमा किधर है इधर है दे दो बैठो बैठो हाँ नो नो तुम्हारा माँ को दे दो सलाम अलैकुम सलाम अलैकुम അപ്പൊ ഇയാൾ ഇൻസല്ലാന്ന് എപ്പോഴും പറയണത് വെറുതെ അല്ല അല്ലേ? ഉമ്മ എങ്കിൽ കഴിച്ചോളൂ. കഴിച്ചോളിന്ന് കഴിക്കുമോ? അങ്ങനെ ഓഹോ, അപ്പൊ താനായിരുന്നു എന്റെ പറയില്ലല്ലേ? സംഭവം പൊളിച്ചില്ലേ? പൊളിച്ചില്ലേന്നാ? പൊളിച്ചടുക്കി. എന്നാലേ ഞാനൊന്നല്ല, അർബാബു ആജിക്കാണ് ഈ പണിയെല്ലാം ഒപ്പിച്ചത്. എന്റെ കർത്താവേ, ആജിക്ക് അർബാവും കൂടി തരക്കേടില്ലല്ലോ. ടാവേ, ഒരു ഷവർമ കൂടെ എടുത്ത് കൊടുക്കടാ ഉമ്മക്ക്. മനു മോനെ, അന്റെ ഉമ്മ ഇവിടെ നിക്കല്ലേ? ഒരാഴ്ച അവധി എടുത്തോളാനാണ് അറബാബ് പറഞ്ഞിരിക്കുന്നത്. ഏത്? എന്നിട്ട് ഉമ്മാനെയും കൊണ്ട് ഈ ലോകം മുഴുവൻ ഒന്ന് ചുറ്റിക്കിറങ്ങാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോരെ? നിങ്ങളോടെ കുടിക്കോ? നമ്മളുണ്ടാവും. അത് വേണോ? വടക്കൻ മലബാറിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് പ്രതീക്ഷയുടെ നൂലിഴകൾ പിടിച്ച് UAE എന്ന മഹാരാജ്യത്തെ ചെറുനഗരമായ കോർഫക്കാനിലെത്തുമ്പോൾ മാനു എന്ന സാധാരണക്കാരനായ ചെറുപ്പക്കാരന് വളരെ ചെറിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷെ തന്നെക്കുറിച്ചുള്ളതായിരുന്നില്ല. മറിച്ച് പടച്ചോനെ പോലെ മാനു സ്നേഹിക്കുന്ന അവന്റെ പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ച്. ഉമ്മയ്ക്കും ഏക സഹോദരിക്കും നാട്ടിൽ അല്ലലില്ലാതെ കഴിയുവാനുള്ള സാഹചര്യമൊരുക്കണം. സാധിക്കുമെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ഉമ്മയെ ഇവിടേക്കൊന്ന് കൊണ്ടുവരണം. ബാപ്പ ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിൽ ആ കബറിനരികിൽ നിന്ന് ഉമ്മയോടൊപ്പം ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതായിരുന്നു മാനുവിന് മാത്രം അറിയാവുന്ന അവന്റെ ഉമ്മയുടെ സ്വപ്നം. അതിന് ഷവർമ്മയൊരു നിമിത്തമാവുകയായിരുന്നു.